ടു ധർത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൂര്യഭഗവാനിൽ നിന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. എന്തുകൊണ്ടാണ് നമുക്ക് സൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വേണ്ടത് സണ്ണിൻ്റെ ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ ഈഗോ അണ്ടർ ചെക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് സണ്ണിൻ്റെ ബ്ലെസ്സിങ് ആണ്. ആ സൺ എനർജി നിങ്ങൾക്ക് കൂടിയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക. സൺ എനർജി വളരെ കുറവായിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഇഷ്യൂസ് ഫേസ് ചെയ്യും. എന്നെ തന്നെ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നത് സൺ എനർജിയാണ്. സൺ എന്ന് പറയുമ്പോൾ റോയൽ എനർജിയാണ്, കിങ്ങാണ്, നമ്മളുടെ കാണപ്പെടുന്ന ദൈവമാണ്, നമുക്ക് ഊർജം തരുന്നത്, നമുക്ക് എല്ലാ രീതിയിലും വെളിച്ചം തരുന്നത്, പുറമേയും അകമേയും എല്ലാം വെളിച്ചം നൽകുന്നത് സൂര്യഭഗവാനാണ്. അറിവ് എന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ വെളിച്ചം ഉള്ളിൽ ഉണർത്തി തരുന്നതും സൂര്യഭഗവാനാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും നമ്മൾക്ക് ഏറ്റവും വൈറ്റലായിട്ടുള്ള എനർജി ഫോഴ്സാണ് സൺ എനർജി. അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക്കലി കരിയറിലൊരു ബ്ലെസ്സിങ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ സൺ എനർജി വളരെ സ്ട്രോങ് ആയിരിക്കണം. കരിയർ എന്ന് മാത്രമല്ല, ഇപ്പോൾ ജീവിതത്തിൽ ഏത് കാര്യം നിങ്ങൾ തുടങ്ങാൻ പോകുമ്പോഴും അവിടെ ഒരു സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൺ എനർജി വളരെ ആവശ്യമാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ചാനലിൽ സൺ ഗൈഡൻസ് എടുക്കാറുണ്ട്. എനർജി മാറുന്നതനുസരിച്ച് നമ്മൾ എടുക്കാറുണ്ട്. ഓരോ മാസം തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കാറുണ്ട്. കാര്യം സൺ ഓരോ രാശിയിൽ നിൽക്കുമ്പോഴും ഓരോ സോഡിയാക്കിൽ നിൽക്കുമ്പോഴും ഓരോ എനർജിയാണ് നമുക്ക് തരിക. ആ ഒരു മാസം നമ്മളുടെ എനർജി കൂടുതലും ഫോക്കസ്ഡ് ആവുക തന്നെ ആ ഒരു രാശി തരുന്ന എനർജീസിലായിരിക്കും. അവിടെ സൺ ഏതെങ്കിലും ഒരു പ്ലാനറ്റുമായിട്ട് കൺജക്റ്റഡ് ആണെങ്കിൽ ആ ഒരു പ്ലാനറ്റിൻ്റെ എനർജിയിലും നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ കുംഭരാശിയിൽ നിൽക്കുന്ന ആദിത്യനാണ്, അതായത് അക്വേറിയസ് സോഡിയാക്ക്, അവിടെ സാറ്റേണുമായിട്ട് കൺജക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സമയം നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള എന്ത് ഗൈഡൻസ് ആണ് സൺ നിങ്ങൾക്ക് തരുന്നത്? അപ്പോൾ ഇത് സെലക്ട് ചെയ്യാനായിട്ട് 2 ഗ്രൂപ്പ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ഇസ് ദ എംപറർ കാർഡ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 ദ ഹെയർഫിൻറ്റ്. അപ്പോൾ ഇതിലേത് കാർഡിനോടാണ് നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ്. ജനറൽ ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്, ജെൻറ്റൽനെസ് റീഡിംഗ് ആണ്, കൂടാതെ ടൈംലെസ് ആയിട്ടാണ് റീഡിംഗ് ചെയ്യുന്നത്. ഏതൊരു സമയത്താണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നത് ആ സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു എനർജി റെസനേറ്റഡ് ആവുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം ആ ഒരു സമയത്താണ് വരിക. കോയിൻസിഡൻസ് ആയിട്ട് വന്നു എന്നൊന്നുമില്ല. കോയിൻസിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം സംഭവിക്കുന്നത് കാണുമ്പോഴാണ് ഓക്കെ കോയിൻസിഡൻസ്, ഞാൻ വിചാരിച്ചു അതിപ്പോൾ തന്നെ വന്നല്ലോ, കോയിൻസിഡൻസ് ആണ് എന്ന്. പക്ഷേ ഇറ്റ്സ് ഓൾ പ്രീ ഡിറ്റർമൈൻഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1 ദ എംപറർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് സൺ തരുന്ന ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Nine of Cups, 5 of Wands, 7 of Cups, and let's see the clarification also. King of Pentacles, okay, വിസിബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. And Queen of Pentacles, okay, 6 of Wands, okay, bottom energy Temperance ആണ് വന്നിരിക്കുന്നത്. And ഇവിടെ bottom energy 2 of Pentacles ആണ് വന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. പലർക്കും പല സമയവും പല ആഗ്രഹങ്ങളും ഉണ്ടാകും. എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹവുമാണ് അല്ലേ എപ്പോഴും ഫിനാൻസ് സ്റ്റേബിൾ ആയിരിക്കുക എന്നുള്ളത്.
പക്ഷെ നിങ്ങളിവിടെ ഈ ഒരു ഫിനാൻസ് സ്റ്റേബിൾ ആക്കാനാണ് നിങ്ങളുടെ എല്ലാ എനർജിയും ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്നതിനോടൊപ്പം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കരിയർ ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. അതായത് ഓപ്പർച്യൂണിറ്റീസ് പല രീതിയിലാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഫിനാൻസിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വേ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ സൺ നിങ്ങളെ ഗൈഡ് ചെയ്ത് വിടുന്നത് എന്തിലേക്കാണെന്ന് പറഞ്ഞാൽ, മനസ്സ് ഓപ്പൺ ആക്കി വെക്കുക. പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ണ് തുറന്നൊന്ന് കാണുക. കാര്യം ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ അത് മാറും എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോൺഫ്ലിക്റ്റിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലൊരു കോൺഫ്ലിക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാദ്യം നിങ്ങൾ മറികടക്കുക. അത് മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് ബാലൻസ് ചെയ്യണം. അതായത് പാമ്പർ യുവർ സെൽഫ് റൈറ്റ് നൗ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിന് ഓരോ വ്യക്തികളും സ്വയം ചോദിക്കുക, എന്താണ് എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒന്ന് സന്തോഷമുണ്ടാകാൻ. അതായത് ആരും നോക്കുന്നില്ലാത്ത സമയത്ത് പോലും എനിക്കൊന്ന് ചിരിക്കണം, മനസ്സ് നിറഞ്ഞ് ചിരിക്കണം. അതായത് അട്ടഹസിക്കാന്നല്ല, നിങ്ങളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് സ്വയം ചെയ്തു കൊടുക്കാൻ സാധിക്കും അത് നിങ്ങൾ ചെയ്യുക. അത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് തോട്ടിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ പോയിന്റ് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ് ടു എനി വൺ. നിങ്ങൾക്ക് ആരോടും നിങ്ങളെ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അത് സ്വയം മനസ്സിലാക്കുക. യു ആർ കംപ്ലീറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഫെയിം കിട്ടാനുണ്ട്, റെക്കഗ്നീഷൻ കിട്ടാനുണ്ട്. ഓൾസോ ഇവിടെ ചില വ്യക്തികൾക്ക് മാരേജ് ഓപ്ഷൻ തന്നെ കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് നിങ്ങളുടെ ബ്രൈഡ് അല്ലെങ്കിൽ ഗ്രൂം വരുന്നൊരു എനർജി ഉണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ ഉദാസീനരായിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യേണ്ട എനർജികളൊന്നും നിങ്ങളിലേക്ക് റിസീവായി വരില്ല എന്നുള്ളൊരു മെസ്സേജാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അലസതയുണ്ടെങ്കിൽ, കാര്യങ്ങളെ തള്ളി വയ്ക്കുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. കാരണം ഇപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് മാത്രം നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ മോർ ഗൈഡൻസ്. Enterprise, okay. Concentration, quarrel. നമുക്ക് 2 തവണയാണ് quarrel വന്നിരിക്കുന്നത്. And ostination, okay. And bottom energy, devotion. ആദ്യമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ജൂപ്പിറ്റർ ഇൻ ഏരിസ്, ഫസ്റ്റ് നമ്പർ 1 ആണ് വന്നിരിക്കുന്നത്. സോ ഇതിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങൾക്ക് ഫിസിക്കലി കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വ്യക്തികളാണ്. സോ ഡൂ സംതിങ്. നിങ്ങൾ വെറുതെ ഇരിക്കാതെ വർക്ക് ചെയ്യുക, കാര്യങ്ങൾ ഫിസിക്കലി തന്നെ ചെയ്യുക. ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംതൃപ്തി കിട്ടില്ല. ഈവൻ ദോ ആലോചിച്ച് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കി, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നവരെ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പം ടേക്ക് ഓൺ പൊസിഷൻസ് ഓഫ് ലീഡർഷിപ്പ്, ഇനിഷ്യേഷൻ, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യം ഈ ഒരു എനർജി വരുന്ന സമയത്ത് യു ആർ ആക്ച്വലി ലക്കി റൈറ്റ് നൗ. ഒപ്റ്റമിസ്റ്റിക് എനർജി നിങ്ങളിലുണ്ട്, അത് യൂസ് ചെയ്യുക. നിങ്ങൾ സെൽഫ് അഷ്വേർഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഈ എനർജിയൊക്കെ നിങ്ങൾ പുറത്ത് എടുക്കുക. നിങ്ങൾക്ക് പ്ലെൻറ്റി ഓഫ് പോപ്പുലാരിറ്റി കിട്ടാനുള്ള വ്യക്തികളാണ്. വി ഓൾസോ ഗോട്ട് ദിസ് ഫെയിം കാർഡ് പ്ലസ് ദിസ് ജൂപ്പിറ്റർ ആൻഡ് ഏറിസ് എന്ന് പറയുന്ന എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ജൂപ്പിറ്റർ ആൻഡ് ഏറിസ് പ്ലേസ്മെൻറ്റ്സ് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. യു ആർ ബോൺ ടു ബി ഫേമസ്, അല്ലെങ്കിൽ യു ആർ ബോൺ ടു ബി പോപ്പുലർ എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ പറയാനുണ്ട്. പിന്നെ ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ്, റിലീജിയസ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ലീഡേഴ്സിനൊക്കെ സാധിക്കുന്ന ഒരു
എനർജിയാണ് ഇതിൽ ഉള്ളത്. അത്രയും എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തികളാണ്, നിങ്ങൾ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ദ ആൻസർ ഇസ് യെസ്, നിങ്ങൾക്കത് സാധിക്കും, അതിൽ സക്സസ് ഉണ്ടാവും. പൊതുവേ നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, എന്തെങ്കിലും പർട്ടിക്കുലറായിട്ട് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 101% സക്സസ് എന്ന് തന്നെയാണ്. ഓക്കെ, സാറ്റേൺ ഇൻ ദ 3rd ഹൗസ്, ജെമിനായി. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസാരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കരുത്, വെറുതെ ബ്ലഫ് ചെയ്യരുത്. പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് പറയുക. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള തിങ്കിങ്ങും റീസണിങ്ങും ഉള്ളവരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ സംസാരത്തിലും കൊണ്ടുവരിക. നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത്. സ്പെഷ്യലി വാഗ്വാദങ്ങൾ, സംസാരത്തിലൂടെ വെറുതെ ആവശ്യമില്ലാതെ സംസാരിച്ച് തെറ്റാനുള്ള ഒരു സാധ്യത ഇവിടെ പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയം ഫിക്ഷൻസ് ഒക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബയോഗ്രഫികൾ, ടെക്നിക്കൽ ബുക്സ്, നിങ്ങളുടെ കരിയറിന് ഹെൽപ്പ് ചെയ്യുന്ന, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. കാരണം ഡിസ്ട്രാക്ഷൻസ് വന്ന് നിറയുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സമയവും ഇങ്ങനെ വെറുതെ സ്ക്രീൻ ടൈം നോക്കിയിരിക്കരുത്. സ്ക്രീൻ ടൈം കുറയ്ക്കുക. നിങ്ങൾ ഒരു ദിവസത്തിൽ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒരു ലോങ് വീഡിയോ കാണുക, അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ലോങ് വീഡിയോസ് കാണുക. ഷോർട്സും റീൽസും എല്ലാം അൺവാണ്ടഡ് ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കി തരും. ലോങ് വീഡിയോസ് കാണുന്നു, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ കാണുക. വെറുതെ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുന്നു, അത് ഞാൻ നോക്കിയിരുന്നു, എനിക്കെന്ത് ഗുണമാണ് അതിലുണ്ടാകുന്നതെന്ന് സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഓക്കെ, ആൻഡ് നമുക്ക് മാഴ്സ് ഇൻ ക്യാൻസറാണ് അടുത്ത എനർജി വന്നിരിക്കുന്നത്, ക്വാറൽ. ഓക്കെ, ഇത് 4ാം ഭാവത്തിൽ ചൊവ്വായിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കലഹമാണ്. ആ എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ വീട്ടിൽ വളരെ ആക്റ്റീവ് ആകുന്ന ഒരു എനർജി, വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഒരു എനർജി, അതുപോലെ ഫാമിലി ബിസിനസ്സിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്ന എനർജി. അങ്ങനെയുള്ളവരുണ്ടെങ്കിലും കോമൻറ്റ് ചെയ്യുക. ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും പോയി തലയിടാനുള്ള ഒരു ടെംപ്ടേഷൻ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ തന്നെയാണ് ഈ ക്വാറൽ ഉണ്ടാകുന്നത്. അപ്പം അത് കൺട്രോൾ ചെയ്യുക. ഇടപെടാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്രൂവിങ് യുവർ പോയിന്റ് എന്ന് തോന്നുന്നതിന് മുൻപ് ഇതെനിക്ക് ആക്ച്വലി ആവശ്യമുള്ളതാണ്, ഇതിപ്പോൾ ഞാനിവിടെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ, അത് എൻ്റെ എനർജി വേസ്റ്റ് ആണോ, എങ്കിൽ കീപ് തിങ്സ് ടു യുവർ സെൽഫ്. എന്നിട്ട് കൺട്രോൾ ചെയ്ത് മിണ്ടാതെ നിങ്ങളുടെ കാര്യം നോക്കിയിരുന്നുള്ളൂ. ഈ മാഴ്സ് 4th ഹൗസിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി പവർ പാക്ഡ് ആയിട്ടിരിക്കും. ആ എനർജി വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. അത് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വീടൊക്കെ വൃത്തിയാക്കുക. 4 വർത്താനം പറയാൻ തോന്നുന്ന സമയത്ത് ഉടനെ പോയിട്ട് വീടങ്ങ് വൃത്തിയാക്കി വെക്കുക. അപ്പം പ്രശ്നം തീർന്നില്ല. ഈ ഒരു കൺട്രോളിങ് ആവശ്യമാണ്. അതായത് സംസാരിക്കാൻ തോന്നുന്നതിനെ കൺട്രോൾ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ആക്കി വെട്ടിയേക്കുക. ആവശ്യമില്ലാത്ത സംസാരം പർട്ടിക്കുലർലി നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ആവശ്യമില്ല. റിയൽ എസ്റ്റേറ്റ് പരമായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ഗുണമുണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഡിവോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ്. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ ആകുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. ഒരു 6 വീക്സ് അല്ലെങ്കിൽ 6 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയി വരും. ഡിവോഴ്സിന് ആഗ്രഹമില്ല, എന്നാൽ നിങ്ങൾ തമ്മിൽ കുറച്ച് വഴക്കുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ കഴിവതും സംസാരം കുറയ്ക്കുക. അതല്ലെങ്കിൽ അത് ഡിവോഴ്സിലെത്താനുള്ള സാധ്യതയുണ്ട്, ഒരു സെപ്പറേഷനിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ദെൻ വി ഹാവ് സാറ്റേൺ ഇൻ 2nd ഹൗസ്. സാറ്റേൺ ഇൻ ടോറസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് അംബീഷൻ തോന്നുന്നൊരു സമയമാണ്, വളരെ അംബീഷ്യസ് ആവുന്നൊരു സമയമാണ്, മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള വെൽത്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമുക്കിവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നു. സോ അതിനുള്ള ഒരു ബ്ലെസ്സിങ് ഇപ്പം നിങ്ങൾക്കുണ്ട്. ഓക്കെ, പക്ഷേ അതേപോലെ നിങ്ങൾക്ക് എക്സ്പെൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, ചിലവാക്കാനുള്ള സാധ്യത.
അതും ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് പിന്നെ കുറച്ച് ഗ്രീഡിനെസ് ആയി മാറാനുള്ളൊരു സാധ്യതയുണ്ട്, അതും കൺട്രോൾ ചെയ്യുക. അതുപോലെ ഷോ ഓഫ് ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് കാണിക്കാനുള്ളൊരു ഷോ ഓഫ് മെൻറ്റാലിറ്റിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് സ്വയം ഒന്ന് മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. സാറ്റേൺ വിൽ നെവർ അലൗ യു ദാറ്റ്. ഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സാറ്റേൺ അലൗ ചെയ്യുള്ളൂ. ഒത്തൻറ്റിക് അല്ലാത്ത ഒന്നും സാറ്റേൺ അലൗ ചെയ്യില്ല എന്നുള്ള ഒരു എനർജിയാണ്. സാറ്റേൺ ഇൻ ദി 7th ഹൗസ് ഓൾസോ ബോട്ടം എനർജി. പാർട്ട്ണർഷിപ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇത് ക്വാറൽ ഒഴിവാക്കുക, വഴക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കുറച്ചൊന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സിലാക്കിയിട്ട് ഒരു സറണ്ടർ മോഡിൽ നിന്ന് അവരുടെ ഷൂസിൽ നിന്നൊന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഒരു തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക്കൽ ടെംപ്റ്റേഷൻസിലേക്കും വീഴാതിരിക്കുക. അത് ചിലപ്പോൾ ചീറ്റിങ്ങിലേക്ക്, അത് മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ചീറ്റ് ചെയ്യണം തോന്നാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ചീറ്റിങ് ഉണ്ടാകുന്നൊരു ടെംപ്റ്റേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ഗുണമുണ്ടാക്കി തരില്ല എന്നുള്ളൊരു എനർജിയാണ്. അതായത് വളരെ സെൻസസിനെ കൺട്രോൾ ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ സംസാരം കൺട്രോൾഡ് ആയിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എനർജി വരുമ്പോൾ അതങ്ങോട്ട് സംസാരിച്ച് തീർക്കാമെന്ന് വിചാരിക്കരുത്. ഡു സം യൂസ്ഫുൾ ആക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് നമ്പർ 1 സൺ ഗൈഡൻസ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്കിത് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയും നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. കാരണം ചില ആൾക്കാർ പറയാറുണ്ട് പുതിയ വീഡിയോ ഇട്ടത് അറിഞ്ഞില്ല, നമുക്കത് നോട്ടിഫിക്കേഷൻ വന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ പോപ്പപ്പ് ചെയ്ത് വന്നില്ല എന്നുള്ളത്. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് ആ സമയത്ത് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അതുപോലെ ഒരുപാട് പേര് എപ്പോഴും ഞാൻ പറയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കും മുന്നോട്ടേക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷനാണ്. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആവശ്യമാണ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനി മെഡിറ്റേഷൻ ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 ഹെയർഫിൻ്റെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. സൺ ഗൈഡൻസസ് ഫോർ യു റൈറ്റ് നൗ. നിങ്ങളിത് ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നോക്കാം സൺ തരുന്ന ഒരു ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. And we got 6 of Pentacles, Ace of Cups, 10 of Wands and bottom energy. High Priestess ആണ് വന്നിരിക്കുന്നത്. And clarifications എടുക്കാം നമുക്ക്. Got the Emperor card, 2 of Swords and 6 of Cups. Bottom energy, the Empress വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ദ ഡിവൈൻ ആൻഡ് മാസ്കുലൈൻ എനർജി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാലൻസിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണ്. കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിറയെ ഈ 2 എനർജികളും തുല്യമായിട്ട് തുല്യ അളവിൽ ഉള്ള ആൾക്കാരാണ്. ക്രിയേറ്റീവാണ്, അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിളാണ്, കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തികളാണ്, മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസ് നേടിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, ഈക്വലി റിസീവ് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യാനും കെൽപ്പുള്ളവരാണ്. ആൻഡ് യു ആർ ഹൈലി ഇൻറ്റ്യൂട്ടീവ്. ടോറസ് എനർജി ഈസ് സോ ഹൈ
അതായത് മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾക്ക് അബൻഡൻസ് ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കൂടുതലുള്ളത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചാരിറ്റി ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും പറയും നമ്മുടെ ഏറ്റവും വലിയ കർമ്മ തടസ്സങ്ങൾ നീക്കാനുള്ള പരിഹാരം എന്ന് പറയുന്നത് അന്നദാനം തന്നെയാണ്, ചാരിറ്റി. ഇനിയിപ്പം പൈസയായിട്ടാണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുക, നിങ്ങൾക്ക് വസ്ത്രമായിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതായത് എൻ്റെ കയ്യിൽ ഇത് എനിക്കിഷ്ടം പോലെ ഉണ്ട്, ഇത് ഞാൻ എടുത്ത് കഴിഞ്ഞാലും ഇത് തീരുന്നില്ല, അല്ലെങ്കിൽ ഇത് തീർന്നാലും എനിക്ക് ഇനിയും അത് വരുന്നു എന്ന് വിചാരിക്കുന്ന കാര്യം അത് അറിവാകാം, കഴിവാകാം. ഇപ്പം നിങ്ങൾ ഒരു ഡാൻസ് ടീച്ചറാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ അടുത്ത് തീരെ കഴിവില്ലാത്തൊരു കുട്ടി നിങ്ങളുടെ അടുത്ത് വരികയാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ ജീവനാന്തകാലം പഠിപ്പിച്ചു കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്തെങ്കിലും രീതിയിലൊരു ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുക. അതായത് ഫീസ് കുറച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഐറ്റമൊക്കെ നിങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ ഒരു മോഹം എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടാണ് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ മോഹഭംഗം വരുത്താതിരിക്കുക. അപ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്നവരെ നിരാശപ്പെടുത്തി നിങ്ങൾ വിടാതിരിക്കുക. അവരുടെ മനസ്സൊന്ന് നിറച്ച് നിങ്ങൾ വിടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ മനസ്സിലിപ്പം എമ്പതി ഉള്ള സമയമാണ്, പക്ഷെ അതേ സമയം ഒരു റൂഡായിട്ടുള്ള ഒരു ബിഹേവിയറും ഒളിഞ്ഞ് എവിടേക്കോ വരുന്നുണ്ട്. അപ്പം അതിങ്ങനെ ഒളിഞ്ഞ് തെളിഞ്ഞ് വരുന്ന സമയത്ത് ഓർക്കുക, യു ഷുഡ് ബി കണക്റ്റിംഗ് ടു ഏസ് ഓഫ് കപ്സ് എനർജി. അതായത് എമ്പതി വളരെ ആവശ്യമാണ്. ലൈഫിൽ ഒരുപാട് ബേർഡൻസ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സമയവും കൂടാണ്. ഇതിന് ഹെയർഫൻഡ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്. ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബേർഡനിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. അതായത് ജീവിതത്തിൽ ബേർഡൻ ഇല്ലാത്ത, ചലഞ്ച് ഇല്ലാത്ത ആരുമില്ല. കാര്യം പാസ്റ്റ് ലൈഫിൽ നിന്ന് കർമ്മങ്ങൾ കൊണ്ടാണ് മനുഷ്യന്മാർ ഭൂമിയിലേക്ക് വരുന്നത്, ജന്മമെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ജന്മം എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മനുഷ്യ ജന്മം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു എനർജി തന്നെയാണ്. അപ്പോൾ അതിനെ ബേർഡനായിട്ട് എടുക്കാതെ ലെസൺസ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഒരു സോൾമേറ്റിൽ നിന്നാണ് നിങ്ങൾ ഈ ബേർഡൻ അനുഭവിക്കുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റൈറ്റ് എന്ന് തോന്നുന്ന ഒരു ഡെസിഷൻ എടുക്കേണ്ട സമയമാണ്. ഇതൊരു ആ റിലേഷൻഷിപ്പിൽ നിന്നോ ഫ്രണ്ട്ഷിപ്പിൽ നിന്നോ പുറത്തിറങ്ങുക. ഇനി നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, നിങ്ങൾക്ക് അവരോട് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എങ്കിൽ ആ അറ്റാച്ച്മെൻ്റ് എടുത്ത് മാറ്റിയിട്ട് ആ ബന്ധത്തിനെ എന്താണോ ആ ബന്ധത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു ഔട്ട്കം അതിലേക്ക് നിൽക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു സിബ്ലിംഗ് ആണ്, നിങ്ങളുടെ സോൾമേറ്റ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട്, പക്ഷെ പലപ്പോഴും നിങ്ങൾക്കതൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കൂടുതൽ കയറി ഇടപെടാതിരിക്കുക. ഒരു സ്നേഹബന്ധം അവിടെ ഉണ്ടാക്കുക, പക്ഷെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ട് നടക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളങ്ങ് വിട്ടേക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഭാരം ഇറക്കി വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഏത് ബന്ധത്തിലും ആ ഭാരം ഇറക്കി വെക്കുക, ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് മാറ്റി എടുത്തേക്കുക. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്ന ഒരു സമയമാണ്. സോ ആ ക്രിയേറ്റിവിറ്റിയെ എംബ്രേസ് ചെയ്യുക. ചാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എംപത്തി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിൽ എല്ലാവരോടും ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുക, എന്നാൽ നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാനും പഠിക്കുക. കാരണം ഈ എംപത്തി കൂടിക്കഴിയുമ്പോൾ നോ പറയാൻ പറ്റാത്ത അവസ്ഥ വരും. പക്ഷെ നോ പറയണം. അത് പറയാൻ നിങ്ങൾക്ക് വലിയ മടിയുള്ള ആളൊന്നുമല്ല, കാരണം ദ എംപറർ എനർജി ഈസ് ഓൾസോ ഹൈ ദയർ. അതുകൊണ്ട് കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷേ ഈ സെൽഫിഷ്നെസ്സിനെ സെൽഫ് ലവ് ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ഈ എംപ്രസ് എനർജി സഹായിക്കും എന്നുള്ളതാണ്. അത് അങ്ങനെ സഹായിക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. യു ഡു യുവർ ഡ്യൂട്ടി, റിസൾട്ട് നിങ്ങൾക്ക് വന്നോളൂ. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ വ്യക്തിയിൽ നിന്നായിരിക്കില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ കർമ്മ അങ്ങോട്ട് ചെയ്തേക്കുക, അത് അവരോടുള്ള ഇഷ്ടത്തിൽ തന്നെ ചെയ്തേക്കുക. അവരോട് ഇഷ്ടമില്ല എന്ന് തോന്നുന്നതിൽ നിങ്ങൾക്കത് ശരിയല്ലെന്ന് തോന്നുമ്പോൾ ഞാനത് ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ മോർ കാർഡ്സ്. Sun guidances for you. We got one card. Okay, flattery, speculation, assertion, and resourcefulness. Okay, bottom energy vandirikkunnathu intuition. See, this is also intuition, this is also intuition. Third eye chakra activation is very important. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വീനസ് ഇൻ ജെമിനായി ഇവിടെ ഒരു സീക്രട്ട് അഫെയർ
കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സീക്രട്ട് ലവ് അഫെയർ, ടു ലവേഴ്സ് അറ്റ് ദ സെയിം ടൈം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അതൊക്കെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് നീഡ് ഉണ്ടാവാണ്, ഒരു കമ്പനി, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരാളുടെ പ്രസൻസ്, ഒരു റൊമാൻസിനോടൊക്കെ വലിയൊരു ആഗ്രഹം. അത് നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് കൂടുതലൊരു അട്രാക്ഷനും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ, ഒരു ഫ്ലാറ്ററി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആക്ഷനെക്കാട്ടിലും ആ സംസാരത്തിൽ വീഴുന്ന ഒരു എനർജി ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ബേർഡനായിട്ടൊക്കെ പല കാര്യങ്ങളും ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരു കോമ്പറ്റേറ്റീവ് ഫൈറ്റിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ സംസാരിച്ച് അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യുന്ന എനർജിയാണ്. അപ്പം നിങ്ങൾ സംസാരത്തിൽ വീഴുകയല്ല, നിങ്ങളുടെ സംസാരത്തിൽ മറ്റുള്ളവരെ പ്രോബ്ലം സോൾവിങ്ങിന് ഉപയോഗിക്കുക. അതായത് ഡിസീവ് ചെയ്യാനല്ല, എന്തെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിന് നിങ്ങളുടെ സംസാരത്തിലൂടെ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് വിടുക. അതല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ സംസാരത്തിൽ വീഴാതിരിക്കുക. ഈവൻ മാർക്കറ്റിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ അവരുടെ സംസാരമുണ്ട്, ചിലവരുടെ സംസാരത്തിൽ അങ്ങ് വീണിട്ട് പ്രോഡക്റ്റ് മേടിക്കും. നിങ്ങളത് എന്തിനാണ് വാങ്ങിച്ചത് ഈ പ്രോഡക്റ്റ്? ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പർപ്പസും ഇല്ല. പക്ഷെ അവർ പറഞ്ഞ് നിങ്ങൾക്ക് അതിനോടൊരു ഫാസിനേഷൻ ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് അറ്റ് ദ സെയിം ടൈം എന്നുള്ളത് ഒഴിവാക്കുക. വെറുതെ കർമ്മ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്, അത് ഒഴിവാക്കി വെക്കേണ്ട ഒരു സമയം കൂടാണ്. ആൻഡ് ദെൻ വി ഹാവ് ജുപ്പിറ്റർ ഇൻ ദ 4th ഹൗസ്, ജുപ്പിറ്റർ ഇൻ ക്യാൻസർ. ഓക്കെ, ഇത് നമുക്ക് എംപറർ എനർജിയുമായിട്ട് ചേർത്ത് പറയാം. ഫാമിലിയുമായിട്ട് ഭയങ്കരമായ ഒരു കമ്മിറ്റ്മെൻറ്റ് ഫീൽ ചെയ്യും. അതുപോലെ ട്രഡീഷൻസിനോടൊക്കെ ഉള്ള ഒരു ആരാധന, അത് ഒരു ഓൾഡ് മൈൻഡ് സെറ്റ് എന്ന് വേണമെങ്കിലും പറയാം. മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വലിയൊരു സ്ട്രെങ്ത് തരുന്നു. അത് ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ ആ ഡിപ്പെൻഡൻസി മറ്റുള്ളവർ നടത്തുന്നതാണ് എൻ്റെ ബലം എന്ന് ചിന്തിച്ചാൽ അവിടെ അത് നിങ്ങൾക്ക് ഇല്ലാതെ വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആരും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കേണ്ടവരല്ല. അപ്പം നിങ്ങൾ അവർക്കൊരു കാർമികായി മാറുന്ന ഒരു എനർജിയും കൂടെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങളിൽ വല്ലാതെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അത് അധികം അങ്ങോട്ട് എൻ്റർടൈൻ ചെയ്യേണ്ട, നിങ്ങളത് മനസ്സുകൊണ്ട് സ്വയം ആസ്വദിക്കുകയും വേണ്ട. ഫാമിലി ഇൻഹെറിറ്റൻസസ് ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുള്ള വ്യക്തികളാണ് ഗ്രൂപ്പ് നമ്പർ 2. ഇതെന്തുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് ഒരു ഫാമിലി ബിസിനസ്സിൻ്റെ ഒരു എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 വന്നിരുന്നു. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പാകതയുള്ളവരാണ് ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 എന്ന് നമുക്കിവിടെ മനസ്സിലായി. എംപറർ എനർജി നിങ്ങൾക്ക് അവിടെയും ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ട്. അതിൽ തന്നെ അവിടെ നമുക്ക് മാർസ് ഇൻ ദ 4th ഹൗസ്, റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആയിട്ടുള്ള ഫാമിലി ബിസിനസ്സാണ് കൂടുതലും, അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തും കൺസ്ട്രക്ഷനും ഒക്കെ തന്നെ. ആൻഡ് ഓൾസോ ഹോസ്പിറ്റൽസും ഒക്കെ പറയാം. ഇപ്പോൾ ഇവിടെ ജുപ്പിറ്റർ ഇൻ 4th ഹൗസ് എന്ന് പറയുമ്പോഴും എക്സ്പാൻഷനാണ്. അപ്പോൾ ഫാമിലി ബിസിനസ്സിൻ്റെയൊക്കെ ഒരു എക്സ്പാൻഷൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. ഓണർഷിപ്പ് ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. ഫിലോസഫിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ വളരെയധികം ഒരു ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ പഠിക്കണമെന്ന് തോന്നുന്ന ഒരു സമയമാണ്. ഫിനാൻഷ്യൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാനും അത് എക്സ്പാൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു സമയമാണ്. എക്സ്പാൻഷനാണ് നിങ്ങൾക്ക് ഈ ഒരു സമയമുള്ളത്. ആൻഡ് ദെൻ വി ഹാവ് സൺ ഇൻ ദ 1st ഹൗസ്, സൺ ഇൻ ഏരീസ്, എക്സോൾട്ടഡ് സൺ ആണ് നിങ്ങൾക്ക് വരുന്നത്. ദ എംപറർ എനർജി, സൺ ഇൻ ഏരിസ് ലിയോ എനർജി ഈസ് ടു ഹൈ, ആൻഡ് വീനസ് ടോറസ് എനർജി. ഇത് എക്സാക്ട്ലി ഏറിസ് ആൻഡ് ടോറസ് എന്ന് പറയുന്നത് മെസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജിയാണ്. ലിയോ ആൻഡ് വീനസ് എന്ന് പറയുന്നതെല്ലാം ഡിവൈൻ മെസ്കുലൈൻ ആൻഡ് ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ്. മേ ബി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് കാണുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ഐഡൻറ്റിഫൈഡും ആയിരിക്കും. കാര്യം നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജിയും നിങ്ങളിപ്പോൾ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കമാൻഡ് ചെയ്യാനുള്ളൊരു തോട്ട് കൂടുതലായിട്ട് ഇവിടെ വരുന്നൊരു സമയമാണ്. കുറച്ചൊന്ന് സംസാരം ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്യുക. പക്ഷെ ഇഫ് യു ഫീൽ ലൈക്ക് അസേർട്ടിങ് പവർ ടു അതേഴ്സ്,
അസേർട്ടിങ് യുവർ പവർ ഓൺ ടു അതേഴ്സ്. അത് ഇപ്പം സക്സസ്ഫുൾ ആകുന്നൊരു സമയമാണ്, പ്രൊവൈഡഡ് നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവായിട്ട് തന്നെ ഡിസിഷൻസ് എടുക്കണം, പ്രവൃത്തികൾ ചെയ്യണം. അതുപോലെ ഒരു ഗൈഡൻസ് എടുക്കുന്നത് നല്ലതാണ്. കാരണം എനർജി റഷ് വളരെ കൂടുതലാണ്, ഈഗോ വളരെ ഹൈ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ രക്തം തിളച്ച് വരിക എന്ന് പറയില്ല, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അത്രയും എനർജിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പം ഇൻഡ്യൂഷൻ നിങ്ങളോട് ഇപ്പം അത് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരിൽ നിന്ന് ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇമ്പൾസീവായിട്ട് ഒരു കാരണവശാലും ഡിസിഷൻ എടുക്കരുത്. ദയവ് ചെയ്ത് അത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ സ്ലീപ്പ് ഓവർ ഇറ്റ്, ഒരു രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. മെല്ലെ മെല്ലെ ഡിസിഷൻ എടുക്കുക. ഈ ഒരു സമയത്ത് ഏത് ചലഞ്ച് വന്നാലും വരട്ടെ, ഞാൻ നോക്കാം എന്നുള്ളൊരു എനർജി ഉണ്ട്. മേക്ക് യൂസ് ഓഫ് ദാറ്റ് എനർജി ഓൾസോ. ഓക്കെ, ഇവിടെ ക്യാൻസർ എനർജി ഈസ് ടു ഹൈ. ജൂപ്പിറ്റർ ഇൻ ക്യാൻസർ ആൻഡ് സൺ ഇൻ ക്യാൻസർ. ഓക്കെ, സോ ജെമിനായി, ക്യാൻസർ ആൻഡ് ഏരിസ് വന്നിട്ടുണ്ട്. സൺ ഇൻ ക്യാൻസർ എന്ന് പറയുമ്പം റിസോഴ്സ്ഫുൾനെസ് ആണ് വരുന്നത്. ഇമോഷണലി സെൻസിറ്റീവ് ആകുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഓൾറെഡി നിങ്ങൾക്ക് ആ ഫെമിനൈൻ ആൻഡ് മെസ്കുലൈൻ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമോഷൻസ് മറ്റുള്ളവരുടെ മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ ഇമോഷൻസിന് കൂടുതൽ ബലം കൊടുക്കാതെ പ്രാക്ടിക്കലി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് ചെയ്യാനും, ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് വിഷമമാകും എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഔട്ട്കം കിട്ടുന്ന ഒരു കാര്യം ഒഴിവാക്കില്ല എന്ന് ഉറച്ച് തീരുമാനിക്കാനുള്ള ഒരു മനോബലവും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് കോമ്പിനേഷൻ ടു ഗെയിൻ സക്സസ്. മറ്റുള്ളവരെ സഹായിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലിക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം കൂടുതൽ പ്രാധാന്യം. ഫാമിലിയായിട്ട് ചേർന്ന് നിൽക്കുക. അത് നിങ്ങൾ ജനിച്ചു വളർന്ന ഫാമിലിയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫാമിലിയുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജി ഇവിടെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിംഗ് എനർജി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു സമയമാണ്. റിലേഷൻഷിപ്സിൽ ബ്രേക്കിലിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആകുന്നതാണ്. വലിയ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നടത്താനുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള ഫാമിലി ഒക്കേഷൻസിലൊക്കെ കുടുംബയോഗമൊക്കെ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലിയിലുള്ള ആൾക്കാരുടെ ആരുടെ എങ്കിലും ഒക്കെ ഒരു മാരേജോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് എല്ലാവരെയും കാണാനായിട്ടൊക്കെ നിങ്ങളുടെ കസിൻസൊക്കെ ആയിട്ടൊന്ന് ഒത്തുകൂടാനും ഒക്കെ പറ്റുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി നിങ്ങളുടെ ഫാദറിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു കോണ്ടാക്ട്. ആൻഡ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മദറിൻ്റെ സൈഡിൽ നിന്നുള്ള ഫാമിലിയും. കാരണം ക്യാൻസർ 4th ഹൗസ് ജൂപ്പിറ്ററൊക്കെ വരുമ്പോൾ നമുക്കത് തന്നെ പറയാം. അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും, വഴക്കും ഉണ്ടാവും ഒരേപോലെ എന്നുള്ള ഒരു എനർജിയാണ്. ഓട്ടം എനർജി നമുക്ക് വന്നത് വീനസ് ഇൻ 4th ഹൗസ് ആണ്. അതായത് വീനസ് ഇൻ ക്യാൻസർ, ഇൻറ്റ്യൂഷൻ. ഈ ക്യാൻസർ എനർജി ഈസ് സോ സ്ട്രോങ്. വളരെ ഇമോഷണലി സെൻസിറ്റീവും കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയം. എല്ലാ കാര്യത്തിനും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ട്രാവലിംഗ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാട്ടർ എനർജി ഈസ് ആക്ച്വലി ഹൈ ഹിയർ. നിങ്ങൾക്ക് സിംഗിൾസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്സ്, മാരേജ് ഒക്കെ പോസിബിൾ ആകുന്ന സമയമാണ്. അതും നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ ആയിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുക, സോൾമേറ്റിനെ ആയിരിക്കും നിങ്ങൾ മാരേജ് ചെയ്യുക. ഇപ്പം നിങ്ങൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ വീടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സമയവും കൂടെ ആയിരിക്കും മേ ബി. കാരണം അത്രയും വീടുമായിട്ടൊരു എനർജി ഈസ് ടു ഹൈ. കുട്ടികളൊക്കെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരു ചൈൽഡ് ബർത്ത് പോസിബിൾ ആകുന്ന സമയം. അതുപോലെ കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ചൈൽഡ് അഡോപ്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സമയമാണ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു റീയൂണിയൻ ഒക്കെ പോസിബിൾ ആകുന്ന ഒരു സമയമാണ്. യു കണക്റ്റിംഗ് വിത്ത് യുവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയിലേക്കൊന്ന് തിരിച്ചു പോകുന്ന, ഒരു ഇന്നസെൻസിലേക്കും മനസ്സ് നിറയുന്ന പ്യോർ ലവ്, അവിടെ ചതികളില്ലാത്തൊരു സ്നേഹവും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എനർജിയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിങ്, നിങ്ങൾക്കുള്ള സൺ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഗൈഡൻസ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്,
റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇമോഷണൽ ട്രോമ ഹീലിങ്സ്, കരിയർ ഗൈഡൻസസ്, ഇതൊക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ഗൈഡൻസസ് ആവശ്യമാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിങ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.